എവ്രി വൺ. നമ്മുടെ ചൈൽഡ് റൈറ്റ്സിന്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് നോക്കുന്നത് ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ടു ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ആണ്. ആ പേരിൽ തന്നെയുണ്ട് എന്തിനാ ഈ കുട്ടികളുടെ റൈറ്റ്സ് നമ്മൾ, അല്ലെങ്കിൽ എന്തിനാ അതിന്റെ ആവശ്യകത, എന്താ അതിന്റെ ആവശ്യകത, അല്ലെങ്കിൽ എന്താ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കൈ നിർത്ത് ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് നോക്കാട്ടോ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ ജസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. നോക്കിക്കേ, ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി. അപ്പൊ എന്തിനാ നമ്മുടെ ചൈൽഡ് റൈറ്റ്സ്, എന്തിനാണ്, അല്ലെങ്കിൽ അതിന്റെ നീഡ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താന്നാ പറഞ്ഞ്. ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്താ, നമ്മുടെ ആ ഒരു അഭിമാനം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഡിഗ്നിറ്റി, അതേപോലെ തന്നെ ഇക്വാലിറ്റി, എല്ലാവർക്കും ഒരേപോലെ, എല്ലാവരും ഒരേപോലെ കൺസിഡർ ചെയ്യാനൊക്കെ ഇങ്ങനത്തെ ഈ ചൈൽഡ് റൈറ്റ്സിന്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ബേസിക് നീഡ്സിനെയാണ് നമ്മൾ ചൈൽഡ് റൈറ്റ് എന്ന് പറയുക. അപ്പൊ ആ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ആ ഒരു ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ ഷെൽട്ടർ, ഫുഡ്, എഡ്യൂക്കേഷൻ, വാക്സിനേഷൻ, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടിയാലാണ് നാളേക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾ നല്ലപോലെ ഡെവലപ്പ് ആവുള്ളൂ. എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്താണ്, എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും ഒക്കെ നമ്മുടെ ഈ ചൈൽഡ് റൈറ്റ്സ് ആവശ്യമാണ്. പ്രിവെൻഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്താ, കുട്ടികളെ ഇപ്പൊ നമ്മള് ബാലവേലയാണെങ്കിലും, അതേപോലെ തന്നെ ട്രാഫിക്കിംഗ് ആണെങ്കിലും, അതേപോലെ ചൈൽഡ് മാരേജ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്നൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഈ ചൈൽഡ് റൈറ്റ്സ് നമുക്ക് ആവശ്യമാണ്. ബിൽഡിംഗ് റെസ്പോൺസിബിൾ സിറ്റിസൺ, അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സിറ്റിസണിനെ ഉണ്ടാക്കാൻ ചൈൽഡ് റൈറ്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബ്രേക്കിംഗ് ദ സൈക്കിൾ ഓഫ് പോവർട്ടി, അതായത് നമ്മൾ ഈ വാക്സിനേഷൻ, ICDS ഒക്കെ വഴി നമ്മൾ ന്യൂട്രീഷൻ കൊടുക്കേണ്ടത്, വാക്സിനേഷൻ കൊടുക്കേണ്ടത്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ പോവർട്ടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ സംഭവം അത്രേ ഉള്ളൂ. എന്തിനാണ് ചൈൽഡ് റൈറ്റ്? അപ്പൊ ഈ ടോപ്പിക് ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ടു ദ ചൈൽഡ് റൈറ്റ് ചോദിക്കുകയാണെങ്കിൽ തന്നെ ആദ്യം നിങ്ങൾക്ക് എന്ത് എഴുതാം, ചൈൽഡ് ആരാണ്, റൈറ്റ് എന്താണ്, ചൈൽഡ് റൈറ്റ് എന്താണ്. ആ ഫസ്റ്റ് സെഷൻസിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഓരോ ലോഡ് അനുസരിച്ച് കുട്ടികളുടെ ഡെഫിനിഷൻ മാറും. റൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് നീഡാണ്. ചൈൽഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഏജ്, അതായത് ഏത് ലോ ആണോ പറയുന്നത് അതിൽ പറയുന്ന ആ ഏജ് ഗ്രൂപ്പിന്റെ താഴെയുള്ളവരുടെ ബേസിക് നീഡ്സിനെയാണ് ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യം എഴുതണം കേട്ടോ. ദെൻ അടുത്ത ഹെഡിങ് എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് റൈറ്റ്. എന്താണ്, കുട്ടികളെ പണ്ട് കാലത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും കുട്ടികൾ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് ട്രാഫിക്കിംഗ്, ചൈൽഡ് ലേബർ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രോപ്പർ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചൈൽഡ് മാരേജസ് ഒരുപാടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ തന്നെ ഈ ഡിസ്ക്രിമിനേഷൻസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ പ്ലാനിങ് സെക്ഷൽ ഒഫൻസസ് ഒരുപാടുണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ചൈൽഡ് റൈറ്റ്സ് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഒരു കഥ എഴുതുക. ദെൻ എന്താണ് നമ്മുടെ നീഡ്, എന്താണ് നീഡ് എന്നുള്ളത് അടുത്ത ഹെഡിങ് എഴുതുക. കീ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ടോപ്പിക് ഒന്ന് മെൻഷൻ ചെയ്യാം. എന്നിട്ട് ഓരോന്നും നമ്മൾ എഴുതുക. ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, അല്ല കുട്ടികളുടെ ചൈൽഡ്ഹുഡിൽ തന്നെ പ്രോപ്പർ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മെന്റൽ ഇഷ്യൂസ്, ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ വരും. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെന്റ് ചെയ്യാനാണ്. നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇതിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്താന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. റൈറ്റ് ടു എക്സ്പ്രഷൻ, അതായത് ഓരോ കുട്ടിക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ, എന്താ അത് ഉദ്ദേശിക്കുന്നത്, ഈ അങ്ങനെ ചൈൽഡ് റൈറ്റിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ കുട്ടികൾ അറിഞ്ഞിരിക്കണം. കുട്ടികൾക്കായിട്ട് ഇങ്ങനെ ഒരു റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും കുട്ടി അറിഞ്ഞിരിക്കണം. ഇൻഫോർമേഷൻ ആണ്, അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ, ഇതിനെക്കുറിച്ച് കുട്ടി അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ റൈറ്റ് ടു ന്യൂട്രീഷൻ നമുക്ക് പറയാം, അതായത് കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടാനുള്ള അവകാശം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രോപ്പർ വാക്സിനേഷൻ ഒക്കെ കിട്ടാനുള്ള റൈറ്റ്. അപ്പൊ എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ സംഭവം അത്രയേ ഉള്ളൂ. ചൈൽഡ് എന്താ എഴുതുക, റൈറ്റ് എന്താ എഴുതുക, ചൈൽഡ് റൈറ്റ് എന്താ എഴുതുക, ഇമ്പോർട്ടൻസ് എഴുതുക, നീഡ് എഴുതുക. നമുക്ക് ഇതെല്ലാം ബാക്കി കഥയായിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാൽ 10 മാർക്കിന്
ചോക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കുമാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ എന്താ പറയുക ലോസിന്റെ കാര്യവും എല്ലാം നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ഒരുവിധം എല്ലാ ടോപ്പിക്കും നമുക്ക് ഈ ഒരു കാറ്റഗറിയുടെ ഇടയിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ബൈ ബൈ, നെക്സ്റ്റ് സെഷനിൽ കാണാം.